മുപ്പത്തിമുക്കോടി ഫണ്ടുകളെല്ലാം പറ്റിച്ചെടുത്തൊരു കോൺഗ്രസ് ഇതല്ലേ വയനാട്ടിലെ വീടിനായി എന്ന് പറഞ്ഞ് പറ്റിച്ചെടുത്തൊരു പൈസയാണല്ലേ ഫണ്ട് വീട് 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 കോൺഗ്രസ് നിങ്ങൾ തിരിച്ചതല്ലേ ഞങ്ങൾ മറന്നെന്നു വിചാരിക്കല്ലേ. നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. വാഗ്ദാനം ചെയ്ത വീട് തൂണിൽ അവസാനിച്ചു. ടി സിദ്ദിഖിൻ്റെ വഞ്ചനയിൽ കുരുങ്ങി ശ്രുതിയും. തൃശ്ശൂരിൽ വീണ്ടും BJPയുടെ കിറ്റ് രാഷ്ട്രീയം. മണലൂരിൽ 1500 കിറ്റുകൾ പിടികൂടി. സംഘർഷാവസ്ഥ. ആശ്വാസം. കുടകിൽ നിന്ന് ശരണ്യയെ കണ്ടെത്തി. കയ്യിൽ 1/2 ലിറ്റർ വെള്ളം മാത്രം. വഴി ദുർഘടമായിരുന്നു. രാവിലെയും വൈകുന്നേരവുമൊക്കെ ശബ്ദമുണ്ടാക്കി ശരണ്യ. 100 കോടിക്ക് മുകളിലെങ്കിലും പിരിച്ചു. ആ പണമൊക്കെ എവിടെ? കോൺഗ്രസിനോട് MV ഗോവിന്ദൻ. പ്രത്യാശയുടെ ദിനം. കേരളത്തിൻ്റെ സ്വന്തം എയർ ആംബുലൻസ് ഹൃദയവുമായി പറന്നു. വീടെവിടെ കോൺഗ്രസ്, കാശെവിടെ കോൺഗ്രസ്. നുണേശൻ്റെ ടീമിൻ്റെ പുതിയ സംഗീത ആൽബം പുറത്ത്. കേരളത്തിൽ തൊഴിലില്ലായ്മ 60% കുറഞ്ഞു. 2017 11, 2025 4.3%. വിശദമായ വാർത്തകൾക്ക് മുഖം. ആശ്വാസം. കുടകിൽ നിന്ന് ശരണ്യയെ കണ്ടെത്തി. കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ കോഴിക്കോട് സ്വദേശിനി GS ശരണ്യ 36 കണ്ടെത്തി. 4 ദിവസം നീണ്ട തെരച്ചിലിൽ താഴ്വാരത്തിൽ നിന്ന് തന്നെയാണ് ശരണ്യയെ കണ്ടെത്തിയത്. കർണാടക വനംവകുപ്പും പോലീസും ചേർന്നാണ് വനമേഖലയിലെ തെരച്ചിൽ നടത്തിയത്. നക്സൽ വിരുദ്ധ സേനാംഗങ്ങളും തെരച്ചിൽ പങ്കെടുത്തിരുന്നു. ശരണ്യയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് സൂചന. കുടകിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ തടിയൻ ഡമോൾ കയറാനായി ഏപ്രിൽ 2 ഒറ്റയ്ക്കാണ് ശരണ്യ കൊച്ചിയിൽ നിന്ന് കുടകിലെത്തിയത്. നാപ്പോക്സിനടുത്തുള്ള യാവക്കാടി ഗ്രാമത്തിലെ ഹോം സ്റ്റേയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഏപ്രിൽ 2 രാവിലെ 8:15 വനം വകുപ്പിൻ്റെ അനുമതി വാങ്ങി ട്രക്കിംഗ് ആരംഭിച്ചു. പ്രദേശത്ത് കാട്ടാനശല്യം കണക്കിലെടുത്ത് മറ്റ് 10 പേർ അടങ്ങുന്ന സംഘത്തിനൊപ്പമാണ് ശരണ്യ യാത്ര തിരിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ശരണ്യ സംഘത്തോടൊപ്പം ചേർന്നത്. വൈകുന്നേരം 4 മണിയോടെ സംഘം തിരിച്ചെത്തിയെങ്കിലും ശരണ്യ കൂടെ ഉണ്ടായിരുന്നില്ല. തനിക്ക് വഴി തെറ്റിയതായി ശരണ്യ ഹോം സ്റ്റേ ജീവനക്കാരെ ഫോണിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഫോൺ സിഗ്നൽ നഷ്ടപ്പെടുകയും സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. 8ഓളം സംഘങ്ങളാണ് ശരണ്യക്കായി തെരച്ചിൽ നടത്തിയത്. തെരച്ചിൽ ഊർജിതമാക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഞായറാഴ്ച വൈകുന്നേരത്തോടെ വനമേഖലയിൽ നിന്നാണ് സിഗ്നൽ ലഭിക്കുന്നതെന്നും തെരച്ചിൽ സംഘം ശരണ്യയെ കണ്ടെത്തുകയായിരുന്നു. ട്രക്കിങ്ങിനിടെ വഴി തെറ്റിയോ മറ്റോ ഒറ്റപ്പെട്ട് പോയാൽ എന്തു ചെയ്യണമെന്നുള്ള പരിശീലനം ശരണ്യയ്ക്ക് ലഭിച്ചിരുന്നു. മുൻപും പല ട്രക്കിങ്ങുകൾക്കും ശരണ്യ പോയിട്ടുണ്ട്. കയ്യിൽ 1/2 ലിറ്റർ വെള്ളം മാത്രം. വഴി ദുർഘടമായിരുന്നു. രാവിലെയും വൈകുന്നേരവുമൊക്കെ ശബ്ദമുണ്ടാക്കി ശരണ്യ. കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ കോഴിക്കോട് സ്വദേശിനി GS ശരണ്യയെ വനത്തിൽ നിന്നും പുറത്തെത്തിച്ചു. ശരണ്യയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് 4 ദിവസം നീണ്ട തെരച്ചിലിൽ ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് വനമേഖലയിൽ നിന്ന് ശരണ്യയെ രക്ഷാസംഘം കണ്ടെത്തിയത്. കർണാടക വനംവകുപ്പും പോലീസും ചേർന്നാണ് വനമേഖലയിൽ തെരച്ചിൽ നടത്തിയത്. നക്സൽ വിരുദ്ധ സേനാംഗങ്ങളും തെരച്ചിൽ പങ്കെടുത്തിരുന്നു. നാട്ടിലുള്ള അമ്മയോട് ശരണ്യ ഫോണിൽ സംസാരിച്ചു. ട്രക്കിങ്ങിനിടെ വഴിതെറ്റി പോവുകയായിരുന്നുവെന്ന് ശരണ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. താഴേക്കിറങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെ കാണാനായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോണിൽ നെറ്റ്വർക്ക് നഷ്ടമായി. ഭക്ഷണം കൈവശം ഉണ്ടായിരുന്നില്ല. 1/2 ലിറ്ററിന്റെ കുടിവെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിച്ചപ്പോൾ ഫോൺ ഓഫായി. മഴയും പെയ്തു. രാത്രി ഉറങ്ങാനായില്ല. വഴി ദുർഘടമായിരുന്നു. അരുവിയിലുള്ള സ്ഥലത്ത് വിശ്രമിച്ചു. സുരക്ഷിതമല്ലാത്തതിനാൽ മുന്നോട്ട് നടന്നില്ല. ആരെങ്കിലും കേൾക്കുമെന്ന് കരുതി രാവിലെയും വൈകുന്നേരവുമൊക്കെ ശബ്ദമുണ്ടാക്കിയിരുന്നു. ഡ്രോൺ പ്രതീക്ഷിച്ച് കാഴ്ച കിട്ടുന്ന പ്രദേശത്ത് തന്നെ നിന്നു, ശരണ്യ പറഞ്ഞു. ട്രക്കിങ്ങിനിടെ വഴിതെറ്റി മറ്റോ ഒറ്റപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണമെന്നുള്ള പരിശീലനം ശരണ്യയ്ക്ക് ലഭിച്ചിരുന്നു. മുൻപും പല ട്രക്കിങ്ങുകൾക്കും ശരണ്യ പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോൾ അങ്ങനെ ആരോടും പറയാറുണ്ടായിരുന്നില്ലെന്നും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമാണെന്ന് ശരണ്യ പറഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1748 മീറ്റർ ഉയരത്തിലുള്ളതും വന്യമൃഗ ശല്യമുള്ളതുമായ ദുർഘട വനമേഖലയായിരുന്നു ശരണ്യ കുടുങ്ങിക്കിടന്നിരുന്നത്. ശരണ്യയെ നിലവിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും ആവശ്യമായ പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്നാണ് വിവരം. കുടകിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ തടിയൻ ഡമോൾ കയറാനായി ഏപ്രിൽ 2 ഒറ്റയ്ക്കാണ് ശരണ്യ കൊച്ചിയിൽ നിന്ന് കുടകിലെത്തിയത്. നാപ്ലോക്കുവിനടുത്തുള്ള യാവകപ്പാടി ഗ്രാമത്തിലെ ഹോം സ്റ്റേയിലാണ് ഇവർ താമസിച്ചത്. 2 തീയതി രാവിലെ 8:15 വനം വകുപ്പിന്റെ അനുമതി വാങ്ങി ട്രക്കിംഗ് ആരംഭിച്ചിരുന്നു. 100 കോടിക്ക് മുകളിലെങ്കിലും പിരിച്ചു. ആ പണമൊക്കെ എവിടെ? കോൺഗ്രസിനോട് MV ഗോവിന്ദൻ.
മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്കെന്ന പേരിൽ പണം പിരിച്ച് വലിയ തട്ടിപ്പാണ് കോൺഗ്രസ് നടത്തിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫണ്ട് പിരിവ് സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടില്ല. UDFന്റെ കാര്യക്ഷമത വിലയിരുത്തുന്ന ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിരിവ് നടത്തി 1.5 കൊല്ലം കഴിഞ്ഞ ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് വീട് പണി പൂർത്തിയായ ശേഷം ജനങ്ങളോട് കണക്ക് പറയുമെന്നാണ്. വീട് പണി നടന്ന് കൊണ്ടിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഇന്നേ വരെ ഒരു പണിയും ആരംഭിച്ചിട്ടില്ല. 5 കോടി രൂപ മുടക്കി ഭൂമി വാങ്ങി എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പിന്നീട് പറഞ്ഞു. എന്നാൽ 3.2 കോടി രൂപ മാത്രമാണ് ചിലവാക്കിയതെന്ന് രേഖകൾ സഹിതം പിന്നീട് പുറത്തു വന്നു. ആധാരം ചെയ്തു കഴിഞ്ഞിട്ടില്ലെന്നും പിരിച്ചതിൽ കൂടുതൽ ചിലവായതോ പിന്നീട് സണ്ണി ജോസഫ് തിരുത്തി. വാങ്ങിയ സ്ഥലത്തിന് 93 ലക്ഷം രൂപ KPCC ഫണ്ടിൽ നിന്നും കൊടുക്കേണ്ടി വന്നുവെന്നും 73 ലക്ഷം രൂപ കൂടി ഇനിയും വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. യൂത്ത് കോൺഗ്രസ് നൽകിയെന്ന് പറയുന്ന 1.5 കോടി രൂപയും ഇതിൻ്റെ ഒപ്പമാണെന്നാണ് കോൺഗ്രസ് വാദിക്കുന്നത്. കേരളത്തിൻ്റെ അകത്തും പുറത്തും അനവധി പേരിൽ നിന്നാണ് കോൺഗ്രസ് പണം പിരിച്ചത്. കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന മാത്രം 1 കോടി രൂപ നൽകിയെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നതാണ്. MPമാരുടെയും MLAമാരുടെയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചതുമായ ഫണ്ടുകൾ വേറെയുമുണ്ട്. ഇതിനു പുറമെയാണ് ആപ്പ് വഴി ശേഖരിച്ച ഫണ്ട് 100 കോടിക്ക് മുകളിൽ കോൺഗ്രസ് പിരിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഈ പണമൊക്കെ എവിടെ പോയി? 1 രൂപ പോലും കയ്യിലില്ലെന്ന് പറയുന്ന കോൺഗ്രസ് എങ്ങനെയാണ് 230 വീടുകൾ നിർമ്മിക്കുന്നത്? DYFI പ്രവർത്തകർ വിവിധ ജോലി ചെയ്തും ആക്രി പുറയ്ക്കും സമാഹരിച്ച 20 കോടി രൂപയാണ് സർക്കാരിലേക്ക് നൽകിയത്. എന്നാൽ ഇങ്ങനെ സർക്കാരിലേക്ക് ഫണ്ട് നൽകുന്നതിൽ നിന്ന് സർവീസ് സംഘടനകൾ ഉൾപ്പെടെ കോൺഗ്രസ് വിലക്കി. കോൺഗ്രസ്സുകാർ വീട് നിർമ്മിച്ച് നൽകുമെന്ന് വിശ്വസിച്ച് ദുരന്ത ബാധിതർ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് വയ്ക്കുകയും പകരം പണം വാങ്ങുകയും ചെയ്തിരുന്നു. ഉരുൾപൊട്ടലിൽ കുടുംബങ്ങളെയും തുടർന്നുണ്ടായ വാഹന അപകടത്തിൽ പ്രതിസുത വരനെയും നഷ്ടപ്പെട്ട ശ്രുതിയും കോൺഗ്രസിൻ്റെ വാഗ്ദാനം വിശ്വസിച്ചു. എന്നാൽ താൻ വാങ്ങിയ 15 ലക്ഷം രൂപ തിരിച്ചു നൽകാമെന്നും ടൗൺഷിപ്പിൽ വീട് അനുവദിക്കണമെന്നും ശ്രുതി കളക്ടർക്ക് അപേക്ഷ നൽകിയതായി വാർത്തകൾ വന്നു. ഇത്തരത്തിൽ ദുരന്ത ബാധിതരിൽ പലരും കോൺഗ്രസ് കബളിപ്പിച്ചുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ആവേശത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം സർക്കാർ നടപ്പിലാക്കിയ വികസനത്തിൻ്റെ കരുത്തിലാണ് LDF തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കേരളത്തിൽ LDF വൻ വിജയം നേടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. T സിദ്ദിഖിനെ വിശ്വസിച്ച വയനാട്ടിലെ ശ്രുതിയുടെയും വീടെന്ന സ്വപ്നം പൊലിഞ്ഞു. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കുടുംബാംഗങ്ങളെയും തുടർന്നുണ്ടായ വാഹനാപകടത്തിൽ പ്രതിസുത വരനെയും നഷ്ടപ്പെട്ട് കേരളത്തിന്റെ നൊമ്പരമായി മാറിയ ശ്രുതിക്ക് വാഗ്ദാനം ചെയ്ത വീട് തൂണിൽ അവസാനിച്ചു. വീട് ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീട് നൽകണമെന്നാവശ്യപ്പെട്ട് ശ്രുതി കളക്ടർക്ക് അപേക്ഷ നൽകി. MLAയുടെ വാക്ക് വിശ്വസിച്ച് ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് വെച്ച് സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ 15 ലക്ഷം രൂപ തിരികെ നൽകാമെന്നും വീട് അനുവദിക്കണമെന്നുമാണ് ശ്രുതിയുടെ അപേക്ഷ. 120 ദിവസത്തിൽ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ് 2024 സെപ്റ്റംബർ 26 കൽപ്പറ്റ പൊന്നടയിൽ വീടിന് സിദ്ദിഖ് തറക്കല്ലിട്ടത്. ഒരു സ്വകാര്യ സ്ഥാപനവുമായി ചേർന്ന് വീട് നിർമ്മിക്കുമെന്നായിരുന്നു വാഗ്ദാനം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ശ്രുതിയെ ആംബുലൻസിൽ സ്ഥലത്തെത്തിച്ചാണ് തറക്കല്ലിട്ടത്. വീടിന്റെ പ്ലാൻ സിദ്ദിഖ് ആംബുലൻസിന് അരികെത്തി വിവരിച്ചു. റീൽസും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് രക്ഷാവേഷം കെട്ടി. എന്നാൽ തറക്കല്ലിട്ട് 18 മാസം കഴിഞ്ഞിട്ടും തൂണിലൊതുങ്ങി കാട് മൂടിക്കിടക്കിയാണ് വീട്. ദുരന്തത്തിൽ കുടുംബാംഗങ്ങളും പിന്നീട് പ്രതിസുത വരനും നഷ്ടമായപ്പോൾ ശ്രുതി ഒറ്റപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. വിവിധ സഹായങ്ങൾക്കൊപ്പം റവന്യൂ വകുപ്പിൽ ജോലി നൽകി ശ്രുതിയെ ചേർത്തളച്ചു. ശ്രുതിയെ സിദ്ദിഖ് പറഞ്ഞു പറ്റിച്ചുവെന്ന് CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൽപ്പറ്റ MLA വിശ്വസിച്ചാണ് ശ്രുതി ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് വെച്ചത്. താൻ വീട് നൽകുമെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് T സിദ്ദിഖ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. 33 കോടി ഫണ്ടുകളെല്ലാം പറ്റിച്ചെടുത്തൊരു കോൺഗ്രസ് ഇതല്ലേ വയനാട്ടിലെ വീടിനായി എന്ന് പറഞ്ഞ് പറ്റിച്ചെടുത്തൊരു പൈസയാണല്ലേ. വണ്ടേ വീടേ 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 കോൺഗ്രസേ നിങ്ങൾ തിരിച്ചതല്ലേ ഞങ്ങൾ മാറെന്നു വിചാരിക്കല്ലേ. ഓ തയ്യാറക്കാരാ വണ്ടേ വീടേ 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 കോൺഗ്രസേ നിങ്ങൾ തിരിച്ചതല്ലേ ഞങ്ങൾ മാറെന്നു വിചാരിക്കല്ലേ. ഓ തയ്യാറക്കാരാ പാടിപ്പറഞ്ഞു നടന്നു നുണകൾ എന്നിട്ടുമേറ്റില്ല കേരള നാട്ടിൽ ഇടതിൻ ഗവൺമെന്റ് നിർമ്മിച്ചു നൽകി ചൂരൽമലയിലെ വീടുകളെല്ലാം. പാവം വയനാടിനെ പറ്റി
കോൺഗ്രസുകാരെ പണ്ടേ വീടേ 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 കോൺഗ്രസേ ഓ ചെയ്യാറത്താര പാവമായ നാടിനെ പറ്റിച്ചില്ലേ നിങ്ങൾ കോൺഗ്രസുകാരെ പണ്ടേ വീടേ 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 കോൺഗ്രസേ ഓ ചെയ്യാറത്താര പൈസ പിരിക്കുവാൻ രാഹുൽ വന്നു പി.ഡി. സതീശനും കൂട്ടരും വന്നു വീടിനെ കിട്ടിയ പൈസയതെല്ലാം PR ചെയ്തിട്ട് അക്കൗണ്ട് കാലി പണ്ടേ വീടേ 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 കോൺഗ്രസേ നിങ്ങൾ തിരിച്ചതല്ലേ ഞങ്ങൾ മറന്നെന്നു വിചാരിക്കല്ലേ ഓ ചെയ്യാറത്താര പണ്ടേ വീടേ 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 കോൺഗ്രസേ നിങ്ങൾ തിരിച്ചതല്ലേ ഞങ്ങൾ മറന്നെന്നു വിചാരിക്കല്ലേ ഓ ചെയ്യാറത്താര വീട് തന്നില്ലേലും കോൺഗ്രസ് തന്നു ഫോട്ടോ പതിച്ചൊരു വർഷ കലണ്ടർ സർക്കാർ തന്നൊരു വീടിന്റെ ഭിത്തിയിൽ തൂക്കിയിടാൻ ഒരു വർണ്ണ കലണ്ടർ കൈപ്പത്തിക്ക് കുത്തല്ലേ നാട്ടുകാരെ ശവം തൂക്കികളാണേ കോൺഗ്രസാൽ നാടുകാരകമാകും ഓ ചെയ്യാറത്താര കൈപ്പത്തിക്ക് കുത്തല്ലേ നാട്ടുകാരെ ശവം തൂക്കികളാണ് കോൺഗ്രസാൽ നാടുകാരകമാകും ഓ ചെയ്യാറത്താര 33 കോടി ഫണ്ടുകളെല്ലാം പറ്റിച്ചെടുത്തൊരു കോൺഗ്രസ് ഇതല്ലേ വയനാട്ടിലെ വീടിനായി എന്ന് പറഞ്ഞ് പറ്റിച്ചെടുത്തൊരു പൈസയാണല്ലേ പണ്ടേ വീടേ 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 കോൺഗ്രസേ നിങ്ങൾ തിരിച്ചതല്ലേ ഞങ്ങൾ മറന്നെന്നു വിചാരിക്കല്ലേ ഓ ചെയ്യാറത്താര പണ്ടേ വീടേ 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 കോൺഗ്രസേ നിങ്ങൾ തിരിച്ചതല്ലേ ഞങ്ങൾ മറന്നെന്നു വിചാരിക്കല്ലേ ഓ ചെയ്യാറത്താര തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP നടത്തുന്ന കിറ്റ് വിതരണം തൃശൂർ ജില്ലയിൽ വ്യാപകമാകുന്നു. ഒളരിക്ക് പിന്നാലെ മണലൂർ മണ്ഡലത്തിലെ വാടാനപ്പള്ളിയിലും വിതരണത്തിനായി തയ്യാറാക്കി വെച്ച 1500-ലധികം ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. വാടാനപ്പള്ളി സെന്ററിന് സമീപം പ്രവർത്തിക്കുന്ന ചാമ്പ്യൻസ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലാണ് കിറ്റുകൾ പാക്ക് ചെയ്ത് സൂക്ഷിച്ചിരുന്നത്. BJP പ്രവർത്തകർ കിറ്റുകൾ വിതരണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന വിവരമറിഞ്ഞ് LDF പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. ഇതോടെ BJP പ്രവർത്തകർ പ്രദേശ സംഘർഷാവസ്ഥ അഴിച്ചുവിട്ട് വോട്ടർമാരെ സ്വാധീനിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള BJPയുടെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്തിരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂർ മണ്ഡലത്തിലെ ഒളരിയിലുള്ള കാർത്തിക സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സമാനമായ രീതിയിൽ BJPയുടെ വിഷുക്കിറ്റുകൾ പിടിച്ചെടുത്തിരുന്നു. സംഭവത്തിൽ പ്രാദേശിക BJP നേതാവിനെതിരെ പോലീസ് കേസെടുക്കുകയും സൂപ്പർ മാർക്കറ്റ് പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് തൊട്ടടുത്ത മണ്ഡലമായ മണലൂരിലും വലിയ തോതിലുള്ള കിറ്റ് ശേഖരണം കണ്ടെത്തത്. വിഷു ആഘോഷത്തിന്റെ മറവിൽ വോട്ടർമാർക്ക് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും നൽകി വോട്ടുറപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് LDF പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പോലീസിനെയും കണ്ണുവെട്ടിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് BJP നടത്തുന്ന ഈ അഴിമതിക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് LDF മണലൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ തൊഴിലില്ലായ്മ 60% കുറഞ്ഞു. 2017 11, 2025 4.3%. ഇതിന്റെ നിശ്ചിതമായിട്ടുള്ള വിവരം പുറത്തു വന്നത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. 2017-18 11%, 2023-24 7.2%ആയിരുന്നു തൊഴിലില്ലായ്മ. 2025 4.3 കുറഞ്ഞു. 2025 ജനുവരി മുതൽ ഡിസംബർ വരെ രാജ്യത്തെ 2.7 ലക്ഷം വീടുകളിൽ നടത്തിയ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിലാണ് ഇക്കാര്യമുള്ളത്. എല്ലാ പ്രായത്തിലുള്ളവരുടെ തൊഴിൽ പങ്കാളിത്തത്തിൽ ദേശീയ ശരാശരി 44.9%ആണെങ്കിൽ കേരളത്തിൽ ഇത് 46.2%. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ദേശീയതലത്തിൽ 30.7%. കേരളത്തിൽ 2017 36.6%ആയിരുന്നു സ്ത്രീ പങ്കാളിത്തം. 2025 46.2%. 15-29 വയസ്സിനുള്ള അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ നിരക്കിൽ 2017-18 36%ആയിരുന്നു. 2025 18.2%. സ്ഥിര വരുമാനമുള്ളവരുടെ ശരാശരി മാസ വരുമാനത്തിലും കേരളം ദേശീയ ശരാശരിയേക്കാൾ ഏറെ മുന്നിലാണ്. ഇന്ത്യയിൽ ഒരാളുടെ ശരാശരി മാസ വരുമാനം 22,699 രൂപയായിരിക്കുമ്പോൾ കേരളത്തിൽ 25,444 രൂപയും. ഗ്രാമീണ മേഖലയിൽ ദേശീയ ശരാശരി 17,841 രൂപയാണെങ്കിൽ കേരളത്തിൽ 21,918 രൂപയുമാണ്. പ്രൊഫഷണൽ ടെക്നിക് മേഖലകളിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് കേരളത്തിൽ മുന്നിൽ. ഇന്ത്യയിൽ 100 പുരുഷന്മാർക്ക് 49.9 സ്ത്രീകൾ മാത്രം ഈ മേഖലയിലുള്ളപ്പോൾ കേരളത്തിൽ 106 15 വയസ്സിന് മുകളിലുള്ളവരിൽ കുറഞ്ഞത് സെക്കൻഡറി വിദ്യാഭ്യാസമെങ്കിലും നേടിയവർ കേരളത്തിൽ 86.9%. ദേശീയ ശരാശരി 67.8%. ഗ്രാമ നഗര ഭേദമന്യേ കേരളം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് നിലനിർത്തി. പ്രത്യാശയുടെ ദിനം. കേരളത്തിൻ്റെ സ്വന്തം എയർ ആംബുലൻസ് ഹൃദയവുമായി പറന്നു. സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യാശയുടെ ദിനമായ ഈസ്റ്റർ ദിനത്തിൽ സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്റർ വീണ്ടും ഹൃദയവുമായി
പറന്നു. ഇത്തവണ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് എയർ ആംബുലൻസ് ഹൃദയവുമായി യാത്ര തിരിച്ചത്. വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി കൃഷ്ണലാലിൻ്റെ ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കോട്ടയം കുമരകം സ്വദേശി അരുണിനാണ് നൽകുന്നത്. സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്തതിന് ശേഷം 7ാമത്തെ തവണയാണ് ഹൃദയവുമായി ഹെലികോപ്റ്റർ യാത്ര. ഹെലികോപ്റ്ററിൻ്റെ ആദ്യ പറക്കലും അവയവ ദാനത്തിനുള്ള ഹൃദയവുമായിരുന്നു. ലോക്ക്ഡൗൺ കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കായിരുന്നു ആ യാത്ര. അന്യൂറിസം ബാധിച്ച് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ചെമ്പഴന്തി സ്വദേശി ലാലി ഗോപകുമാറിൻ്റെ ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലുള്ള കോതമംഗലം സ്വദേശിനിക്കാണ് നൽകിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് അവസാനമായി ഹൃദയവുമായി ഹെലികോപ്റ്റർ പറന്നത്. അപൂർവ ജനിതക രോഗം ബാധിച്ച നേപ്പാൾ സ്വദേശി ദുർഗ ഹാമിയിൽ കൊല്ലം ഇടവട്ടം ചിറങ്ങൽ സ്വദേശി ഷിബുവിൻ്റെ ഹൃദയം തുന്നിച്ചേർക്കാൻ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്കായിരുന്നു യാത്ര. സർക്കാർ ചെലവിൽ അവയവ ദാനത്തിനും കൈമാറ്റത്തിനുമായി പ്രവർത്തിക്കുന്ന ഹെലികോപ്റ്റർ സംവിധാനമുള്ളത് കേരളത്തിൽ മാത്രമാണ്. മറ്റ് സ്ഥലങ്ങളിൽ വാടകയ്ക്കെടുക്കുന്ന ഇത്തരം എയർ ആംബുലൻസ് സംവിധാനങ്ങൾ മണിക്കൂറിന് 1.5 മുതൽ 2 ലക്ഷം രൂപ വരെ നൽകണം. വയനാട് ഉരുൾപൊട്ടൽ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനെയും നിരീക്ഷണത്തിനായോ ഇതേ ഹെലികോപ്റ്റർ ആണ് ഉപയോഗിച്ചത്. വീടെവിടെ കോൺഗ്രസേ കാശെവിടെ കോൺഗ്രസേ ഡൊണേഷൻ ടീമിൻ്റെ പുതിയ സംഗീത ആൽബം പുറത്ത്. വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി കോൺഗ്രസ് പ്രഖ്യാപിച്ച പദ്ധതികളിലെ അനിശ്ചിതത്വവും ഫണ്ട് വിവാദവും ചർച്ചയാക്കി ഡൊണേഷൻ ടീമിൻ്റെ പുതിയ സംഗീത ആൽബം പുറത്തിറങ്ങി. UDF കവരും കേരളം തകരും എന്ന ക്യാപ്ഷനോടെ പുറത്തിറങ്ങിയ വീടെവിടെ കോൺഗ്രസേ എന്ന ആൽബം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വയനാടിനായി സമാഹരിച്ച ഫണ്ടും വാഗ്ദാനം ചെയ്ത വീടുകളും ഇതുവരെയും പൂർത്തിയായിട്ടില്ലെന്ന ആക്ഷേപമാണ് ആൽബം മുന്നോട്ട് വെക്കുന്നത്. ദുരന്ത ബാധിതരുടെ വൈകാരികമായ അവസ്ഥയും നിലവിലെ സാഹചര്യങ്ങളും AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വീട് നിർമ്മാണത്തിനായി കല്ലിട്ടതല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെന്നും ദുരന്ത ബാധിതരുടെ കണ്ണീരിനെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചെന്നുമാണ് ആൽബത്തിൻ്റെ വിമർശനം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പുറത്തുവിട്ട കണക്കുകൾ കോൺഗ്രസിനുള്ളിൽ തന്നെ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പിരിച്ചെടുത്ത പണം സ്ഥലം വാങ്ങുന്നവനും ആപ്പ് നിർമ്മാണത്തിനുമായി ചെലവായെന്നും വീട് പണിയാൻ വീണ്ടും പണം പിരിക്കണമെന്നുമാണ് KPCC അധ്യക്ഷൻ്റെ പ്രസ്താവനയ്ക്ക് എതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. വീട് പണി തുടങ്ങിയെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങളെ തള്ളുന്നതാണ് KPCC അധ്യക്ഷൻ്റെ വാക്കുകളെന്നും ആൽബം ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെയും നുണകളുടെയും തുറന്നുകാട്ടുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഡൊണേഷൻ പേജിനെതിരെ മുൻപ് പലതവണ കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് മെറ്റ പേജ് നീക്കം ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ഡൊണേഷൻ 4 എന്ന പേജിലൂടെയാണ് പുതിയ വീഡിയോ പുറത്ത് വിട്ടത്. ഫേസ്ബുക്ക് പേജുകൾ പൂട്ടിച്ചാലും വെബ്സൈറ്റിലൂടെ പോരാട്ടം തുടരുമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. തലയോട്ടി വൈകല്യം ശിശുക്കൾക്ക് കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ വിജയകരം. കുഞ്ഞുനാളിൽ ഗർഭാവസ്ഥയിൽ തന്നെ രൂപം കൊള്ളുന്ന തലയോട്ടിയുടെ വളർച്ചയിലെ ജന്മന വൈകല്യമായ ക്രാനിയോസിസ് നോട്ടിക്കിസ് രോഗത്തിന് ആധുനിക ശസ്ത്രക്രിയയായ ചികിത്സ വിജയകരമായി പൂർത്തിയാക്കി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രി. ജില്ലയിലെ 5ഉം 7ഉം മാസം പ്രായമുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് ഈ സങ്കീർണ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാനായത്. വടക്കൻ കേരളത്തിൽ ആദ്യമായാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. തലയോട്ടിയിലെ അസ്ഥികൾ നേരത്തെ ഒന്നിച്ചുചേരുന്നതിലൂടെ ഉണ്ടാകുന്ന ഈ രോഗാവസ്ഥ കാരണം തലയുടെ ആകൃതിയിൽ വ്യത്യാസം, മുഖഭാവത്തിലെ അസമത്വം, കണ്ണുകളുടെ സ്ഥിതി വ്യത്യാസം തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രകടമാകാം. നേരത്തെ തന്നെ ശസ്ത്രക്രിയ നടത്തുന്നതിലൂടെ കുട്ടികളുടെ സ്വാഭാവിക വളർച്ചയും രൂപമെല്ലാം മെച്ചപ്പെടുത്താൻ ശസ്ത്രക്രിയയോടെ കഴിയും. പ്രമുഖ പീഡിയാട്രിക് ന്യൂറോ സർജൻ ഡോക്ടർ മഹേഷ് ഭട്ട്, ഡോക്ടർ ഷിനാസ് ഹുസൈൻ, അനസ്തേഷ്യ ആൻഡ് ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടർ AK ഫയാസ്, ഡോക്ടർ V ബിപിൻ രാജ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. വിദേശ പരിചയം ഉൾപ്പെടെ സമ്പന്നമായ വൈദ്യപരിചയവുമായി കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ ഡോക്ടർ മഹേഷ് ഭട്ട് നിലവിൽ കണ്ണൂരിൽ തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള പീഡിയാട്രിക് ന്യൂറോ സർജറി സേവനങ്ങൾ നൽകിയാണ്. മുമ്പ് മുംബൈയിലും
വിദേശ രാജ്യങ്ങളിലോ മാത്രം ലഭ്യമായിരുന്ന ഇത്തരം ശസ്ത്രക്രിയകൾ കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ ലഭ്യമാകുന്നത് രോഗികൾക്കും കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമാണ്. കിംസ് കേരള ക്ലസ്റ്റർ CEO ഫർഹാൻ യാസിൻ, യുണൈറ്റഡ് ഹെഡ് ഡോക്ടർ സുബിൻ ജോസഫ്, പ്രമുഖ പീഡിയാട്രിക് ന്യൂറോ സർജൻ ഡോക്ടർ മഹേഷ് ഭട്ട്, ഡോക്ടർമായ AP ഷിനാസ് ഹുസൈൻ, AK ഫയാസ്, വിപിൻ രാജ്, M വിദ്യ, ആശ വലിയ വീട്ടിൽ, കാർത്തിക് ഹരിശങ്കർ, G അശ്വിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ട പരിശീലനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് നാളെ വീണ്ടും പരിശീലനം. തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് സ്റ്റേഷനിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ എന്നിവർക്കായി നടന്ന രണ്ടാം ഘട്ട പരിശീലനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്കായി ഒരു പരിശീലനം കൂടി സംഘടിപ്പിക്കുന്നു. അതാത് നിയമസഭാ മണ്ഡലങ്ങളിലെ പരിശീലന കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 6 രാവിലെ 10 മുതലാണ് പരിശീലനമെന്ന് ട്രെയിനിംഗ് മാനേജ്മെൻറ്റ് നോഡൽ ഓഫീസർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള 15 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ജില്ലയിൽ ഒരുങ്ങുന്നത് സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള 15 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകൾ. തളിപ്പറമ്പ് ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. ചില മണ്ഡലങ്ങളിൽ 2 പ്രിസൈഡിംഗ് ഓഫീസർമാർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥരും സ്ത്രീകളാണ് എന്നതാണ് പിങ്ക് സ്റ്റേഷൻ്റെ പ്രത്യേകത. ഇതിന് പുറമെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും 5 വീതം 55 മാതൃക പോളിംഗ് സ്റ്റേഷനുകളും ജില്ലയിൽ ഉണ്ട്. നിയമസഭാ മണ്ഡലങ്ങളും പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും പയ്യന്നൂർ 2 AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കരിവള്ളൂർ ഈസ്റ്റ് AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കരിവള്ളൂർ വെസ്റ്റ്, കല്യാശ്ശേരി 1 ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കന്നവരം, ഇരിക്കൂർ 1 കമാലിയ മദ്രസ 7 അപ്പർ പ്രൈമറി സ്കൂൾ, അഴീക്കോട് 2 റഹ്മത്തുൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാങ്കടവ്, ഗവൺമെൻറ് മാപ്പിള UP സ്കൂൾ കാട്ടാമ്പള്ളി, കണ്ണൂർ 2 വാരം UP സ്കൂൾ, ഗവൺമെൻറ് HSS മുണ്ടേരി, ധർമ്മട 1 ലീഗൽ സ്റ്റഡി സെൻറ്റർ പാലയാട്, തലശ്ശേരി 1 കോളേജ് ഓഫ് നഴ്സിംഗ് തലശ്ശേരി, കൂത്തുപറമ്പ് 2 GHSS കോട്ടയം മലബാർ, രാജീവ് ഗാന്ധി മെമ്മോറിയൽ HSS മൊകേരി, മട്ടന്നൂർ 2 കൊതേരി ALPS ഗവൺമെൻറ് HSS മമ്പറം, പേരാവൂർ 1 സെൻറ്റ് ജോസഫ് UP സ്കൂൾ കുന്നോത്ത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.